ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണോ അതോ നൈറ്റ് പേഴ്സൺ ആണോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. വെറുതെ ഒന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ദോശയും അതുപോലെ തന്നെ ഒരു ബുൾസയും കൂടെ മോന് മറിച്ചിട്ടാണ് വേവിക്കുന്നത്. ഞാൻ കറി ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവന് സ്നാക്സായിട്ട് കൊണ്ടുപോകുന്ന ക്യാരറ്റാണ്. ക്യാരറ്റ് വേവിക്കാനായിട്ട് വെച്ചായിരുന്നു. ഒരു ക്യാരറ്റ് മതി കേട്ടോ. അപ്പോൾ അവന് സ്കൂളിൽ ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ സ്നാക്കെന്ന് കരുതിയിട്ടാണ്. പിന്നെ അവൻ്റെ ബോട്ടിലിൽ ഞാൻ വെള്ളമൊക്കെ നിറച്ചു. അതിനുശേഷം ക്യാരറ്റ് വെന്ത് വന്നപ്പോഴേക്കും അവൻ്റെ സ്നാക്ക് ബോക്സിലേക്ക് എടുത്ത് വെച്ചു. ആവശ്യത്തിന് മാത്രമേ അവന് കൊടുത്ത് വിടാൻ പാടുള്ളൂ. കൊച്ചു കുട്ടിയല്ലേ, അപ്പോൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാലും ടീച്ചേഴ്സ് വഴക്ക് പറയും. അപ്പോൾ ഒന്നേ വയ്ക്കാൻ പാടുള്ളൂ, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് അവൻ യൂണിഫോമിൻ്റെ സോക്സ് ഇട്ടു. യൂണിഫോം ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാ ബാഗ് റെഡിയാക്കി അമ്മയ്ക്ക് കൊടുക്കാനുള്ള ചപ്പാത്തി എടുത്ത് വേഗം തന്നെ നമ്മൾ വണ്ടി എടുത്ത് പോവാൻ വേണ്ടി ഇറങ്ങി. ഓണാക്കി കുളിച്ചൂടാ. അത് കഴിഞ്ഞ് ഞാൻ തിരികെ മോനെ കൊണ്ടുവിട്ടിട്ട് വീട്ടിലെത്തി. അതിനുശേഷം ഞാൻ ചോറുണ്ടാക്കാനായിട്ട് അരി നന്നായിട്ട് കഴുകുന്നുണ്ട്. ചിലർ പറയും നന്നായിട്ട് കഴുകാൻ പാടില്ലെന്ന്. ഞാൻ എന്തായാലും നന്നായിട്ട് കഴുകും. അതിനുശേഷം ഉപ്പേരി ഉണ്ടാക്കാൻ സവാള, ക്യാരറ്റ്, പച്ചമുളക് എല്ലാം എടുത്ത് അരിഞ്ഞ് കട്ട് ചെയ്ത് നന്നായിട്ട് ഉപ്പേരി ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഞാനൊന്ന് ഫിഷ് ഉണ്ടായിരുന്നു, അതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് ഫ്രൈ ചെയ്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇന്ന് കാവടിയായിരുന്നു. മുരുകൻ്റെ അമ്പലത്തിൽ ആനാഗോട് മുരുകൻ ക്ഷേത്രത്തിൽ കാവടിയായിരുന്നു ഇന്ന്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാവടി കാണാനായിട്ട്. എനിക്ക് മാത്രമല്ല, മോനും അതുപോലെ തന്നെയാണ്. എല്ലാ കാവടിയും, പറവക്കാവടി, പുഷ്പക്കാവടി, പിന്നെ നമുക്കറിയാത്ത കുറേ ടൈപ്പുള്ള, കാണുമ്പോൾ പാവം തോന്നും. അവരറിഞ്ഞുകൊണ്ടാണ്, വ്രതം എടുത്തിട്ടാണ്, ഇഷ്ടമായിട്ടാണ് ചെയ്യുന്നത്. എല്ലാം ഓക്കെയാണ്. എന്നാൽ പോലും നമുക്ക് കാണുമ്പോൾ അതിങ്ങനെ ശരീരത്തിൽ ആ ഒരു ശൂലം കൊടുത്തിട്ട് അതിങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴേക്കും ഭയങ്കര വിഷമം തോന്നും. ചില സമയത്ത് എനിക്ക് സങ്കടം വന്നിട്ട് കണ്ണ് നിറയും. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. ഞാൻ പക്ഷേ ഇത്രയും അടുത്ത് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. മുന്നേ 2-3 വട്ടമൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും അടുത്ത് കണ്ടിട്ടില്ല. ഞാൻ അഗ്നിക്കാവടി ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോയത്. ഇതാ ഈ പോകുന്ന മേളം ചേട്ടൻ്റെ സഹോദരൻ്റെ, കണ്ണൻ ചേട്ടൻ്റെ മേളത്തിൻ്റെ ടീമാണ്. അതിൽ ചേട്ടനുണ്ടായിരുന്നതോ അവരെല്ലാവരും വന്നിട്ട് മോനോട് കളി പറഞ്ഞിട്ട് പോവുകയാണ്. അവർ എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണ് മോൻ. കാരണം അവൻ്റെ വല്യച്ഛൻ്റെ ആ ഒരു മേളത്തിൻ്റെ ടീമിലുള്ള എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തിരികെ എത്തി. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. കണ്ടതിന് ശേഷം തിരികെ നമ്മൾ വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.